നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനമായ സ്മൃതിയുടെ വിവാഹത്തെക്കുറിച്ച് കേൾക്കാൻ കാത്തിരുന്ന ആരാധകർക്ക് ഒട്ടും സുഖകരമായ വാർത്തകളല്ല ഇപ്പോൾ പുറത്തുവരുന്നത്. 2025 നവംബർ 23-ന് നടക്കേണ്ടിയിരുന്ന വിവാഹ ചടങ്ങുകൾക്കിടയിൽ പലാഷ് മറ്റൊരു സ്ത്രീയോടൊപ്പം പിടിക്കപ്പെട്ടുവെന്നും തുടർന്നുണ്ടായ തർക്കങ്ങൾക്കിടയിൽ ഇന്ത്യൻ വനിതാ ടീമിലെ അംഗങ്ങൾ അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്നും പറയുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടരുന്നത്. പലാഷ് ആശുപത്രിയിലായത് മർദ്ദനമേറ്റല്ലെന്നും അസിഡിറ്റിയും സമ്മർദ്ദവും കാരണമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമെങ്കിലും ഇതിന് പിന്നാലെ പലാഷിനെതിരെ വഞ്ചനാക്കുറ്റവും നയൻമണി എന്ന വ്യക്തി നൽകിയ സാമ്പത്തിക തട്ടിപ്പു പരാതിയും ഉയർന്നുവന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. മേരി ഡി കോസ്റ്റ എന്ന യുവതി പുറത്തുവിട്ട വാട്സാപ്പ് ചാറ്റുകൾ ഈ വിവാദത്തിന് വലിയ ആക്കം കൂട്ടിയിട്ടുണ്ട്. സ്മൃതിയുമായി പ്രണയത്തിലായിരുന്ന സമയത്ത് തന്നെ പലാഷ് മറ്റു പെൺകുട്ടികൾക്ക് മെസ്സേജുകൾ അയച്ചിരുന്നുവെന്നും വാട്സാപ്പിൽ സ്മൃതിക്കൊപ്പമുള്ള ചിത്രം ഡിസ്പ്ലേ പിക്ചറായി വെച്ചുകൊണ്ടു തന്നെയായിരുന്നു ഈ നീക്കങ്ങളെന്നുമാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ. ഇത്രയൊക്കെ നടന്നിട്ടും സ്മൃതിക്കെതിരെ സൈബർ ആക്രമണവും നെഗറ്റീവ് PR ക്യാമ്പയിനുകളും നടക്കുന്നു. സ്മൃതിക്ക് പ്രശസ്തി കൂടിയപ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പലാഷിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് ആരോപണവും ശക്തമാണ്. സ്മൃതിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ലെങ്കിലും അവരുടെ സഹോദരനും സഹതാരമായ രാധാ യാദവും പലാഷിന് ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തത് ബന്ധത്തിലെ വിള്ളൽ വ്യക്തമാക്കുന്നു. സ്മൃതിയുടെ ബാല്യകാല സുഹൃത്തായ വിജ്ഞാൻ മാനെയാണ് പലാഷ് മുച്ചാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വഞ്ചനാക്കുറ്റം മാത്രമല്ല 40 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പും പലാഷ് നടത്തിയതായി വിജ്ഞാൻ ആരോപിക്കുന്നുണ്ട്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഇടപാടുകൾ നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പലാഷിന്റെ കുടുംബം മുഴുവൻ ഇതിൽ പങ്കാളികളാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നാണ് പലാഷ് വ്യക്തമാക്കുന്നത്. തന്റെ പ്രതിച്ഛായ തകർക്കാൻ മനഃപൂർവ്വം നടത്തുന്ന നീക്കങ്ങളാണിതെന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. ആരോപണമുന്നയിച്ച വിജ്ഞാൻ മാനെക്കെതിരെ 10 കോടി രൂപയുടെ മാനനഷ്ട കേസ് പലാഷ് ഫയൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി അദ്ദേഹം മുംബൈയിലെ കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. നിലവിൽ ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്യുകയും ഒപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതിയും സമാനമായ രീതിയിൽ വിവാഹം വേണ്ടെന്ന് വെച്ചതായി സ്ഥിരീകരിച്ചുവെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല.